നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴ കനത്തതോടെ നിരത്തിൽ അപകടങ്ങൾ തുടർക്കഥ. മലപ്പുറം കൊണ്ടോട്ടിയിൽ ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച വൻ അപകടം. ഡ്രൈവർ ഉൾപ്പെടെ പാലക്കാട് സ്വദേശികളായ 2 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. തൃശൂർ അത്താണി ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാതയോരത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ ഇടിച്ചുകയറി. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. PM ശ്രീയിൽ അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി. ഫണ്ടുകൾ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ഉപാധികൾ വെക്കാൻ പാടില്ലെന്നും നിലവിളക്ക് വിവാദം ചെറിയ കാര്യമെന്നും N ഷംസുദ്ദീൻ. കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ യുവാവിന് ദാരുണാന്ത്യം. തൃശൂർ മണലൂർ സ്വദേശി 27-കാരൻ വിഷ്ണുവാണ് മരിച്ചത്. ചന്ദ്രാപിന്നിയിൽ കാൽനടയാത്രക്കാരനായ വ്യാപാരിയെ തടഞ്ഞു നിർത്തി 2.5 പവൻ സ്വർണമാല കവർന്നു. ഓടി രക്ഷപ്പെട്ട മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കയ്പമംഗലം പുന്നക്കൽ ബീച്ചിൽ കള്ളുചെത്താൻ കയറിയ തൊഴിലാളി തെങ്ങിന് മുകളിൽ കുടുങ്ങി. ഫയർഫോഴ്സ് സംഘവും പോലീസും രക്ഷകരായി. വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീയിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയാണ് പുതിയ സർക്കാർ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PM ശ്രീയിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയാണ് പുതിയ സർക്കാർ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഫണ്ടുകൾ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ഉപാധികൾ വയ്ക്കാൻ പാടില്ലെന്നും നിലവിളക്ക് വിവാദം ചെറിയ കാര്യമാണെന്നും മന്ത്രി പ്രതികരിച്ചു. കൊല്ലത്ത് കുട്ടികൾക്ക് അഡ്മിഷൻ നിഷേധിച്ച സംഭവത്തിൽ പരാതി ലഭിച്ചാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും N ഷംസുദ്ദീൻ വ്യക്തമാക്കി. വിദ്യാഭ്യാസം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PM ശ്രീ കേന്ദ്ര ഗവൺമെന്റുമായി MOU ഒപ്പിട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ ഒപ്പിട്ട സാഹചര്യത്തിൽ ഒപ്പിട്ടു, അതിനനുസൃതമായി ചില ഫണ്ടുകൾ റിലീസ് ചെയ്തു. പിന്നെ ഇവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണമൊക്കെ അവരത് തൽക്കാലം നിർത്തിവെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിന്റെ വിവിധ വശങ്ങളാണ് റിപ്പോർട്ടിൽ പറയാം. അത് തുടർന്നാലുള്ളത്, തുടരാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയാം. മലപ്പുറം കൊണ്ടോട്ടിയിൽ ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. 10 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശികളായ ട്രാവലർ ഡ്രൈവർ രാജേഷ്, രമണി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. 10 പേർക്ക് പരിക്കേറ്റു. പാലക്കാട് സ്വദേശികളായ ട്രാവലർ ഡ്രൈവർ രാജേഷ്, വാഹനയാത്രികയായ രമണി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 10 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് വിവരങ്ങൾ. അപകടം നടന്ന സമയത്ത് ട്രാവലറിൽ 27 യാത്രക്കാരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. വാഹനങ്ങൾ തമ്മിൽ വലിയ ശബ്ദത്തോടെയുള്ള കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ട്രാവലർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. സംഭവസ്ഥലത്ത് അതിവേഗം എത്തിച്ചേർന്ന പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതേസമയം അപകടം സംഭവിക്കാനുണ്ടായ കൃത്യമായ കാരണം എന്താണെന്ന് പരിശോധിച്ചു വരികയാണ്. കള്ളുചെത്താൻ കയറി തെങ്ങിന് മുകളിൽ കുടുങ്ങിയ തൊഴിലാളിക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷകരായി. കയ്പമംഗലം പുന്നക്കച്ചാൽ ബീച്ചിലാണ് സംഭവം. കള്ളുചെത്താൻ കയറി തെങ്ങിന് മുകളിൽ കുടുങ്ങിയ തൊഴിലാളിക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷകരായി. കയ്പമംഗലം പുന്നക്കച്ചാൽ ബീച്ചിലാണ് സംഭവം. ഇന്നു രാവിലെ 7:30യോടെയാണ് സംഭവമുണ്ടായത്. കള്ളുചെത്താനായി തെങ്ങിൽ കയറിയ ചന്ദ്രാപിന്നി സ്വദേശി മാഞ്ചാക്കൽ വീട്ടിൽ രവിയാണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. ഇറങ്ങാൻ കഴിയാതെ അവശനിലയിലായ തൊഴിലാളിയെ നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തിയ ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സ് സംഘം 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് റോപ്പ്, വല തുടങ്ങിയ സാമഗ്രികൾ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടുത്തി താഴെയിറക്കിയത്. സംഭവമറിഞ്ഞ് കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കാൽനടയാത്രികനായ വ്യാപാരിയെ തടഞ്ഞു നിർത്തി 2.5 പവൻ സ്വർണമാല കവർന്നു. മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ചന്ദ്രാപിന്നി സെന്ററിലാണ് സംഭവം. കാൽനടയാത്രികനായ വ്യാപാരിയെ തടഞ്ഞു നിർത്തി 2.5 പവൻ സ്വർണമാല കവർന്നു. മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ചന്ദ്രാപിന്നി സെന്ററിലാണ് സംഭവം. കടയടച്ച വീട്ടിൽ പോവുകയായിരുന്ന വയോധികനായ വ്യാപാരിയെ പിന്തുടർന്നെത്തിയയാൾ
വ്യാപാരിയുടെ സ്വർണ്ണമാല കവർന്ന ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ രാത്രി 8 മണിയോടെയാണ് സംഭവം. കോലാന്ത്ര സ്റ്റോഴ്സ് ഉടമ ചന്ദ്രാപിന്നി സ്വദേശി കോലാന്ത്ര മനോഹരന്റെ 2.5 പവൻ വരുന്ന സ്വർണ്ണമാലയാണ് മോഷ്ടാവ് അപഹരിച്ചത്. കടയടച്ച ശേഷം ദേശീയപാതയോരത്തുള്ള LP സ്കൂളിന് എതിർവശത്തുള്ള ചെറിയ റോഡിലൂടെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് പുറകിലൂടെ എത്തിയ മോഷ്ടാവ് വ്യാപാരിയെ തടഞ്ഞു നിർത്തി മാല പൊട്ടിച്ചോടിയതെന്നാണ് വിവരങ്ങൾ. വ്യാപാരിയുടെ പരാതിയിൽ കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വീടിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണ യുവാവിന് ദാരുണാന്ത്യം. തൃശൂർ മണലൂരിലാണ് സംഭവം. മണലൂർ സ്വദേശി തൃഷ്ണത്ത് വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വീടിന് മുകളിലേക്ക് വൻമരം വീണ് യുവാവിന് ദാരുണാന്ത്യം. തൃശൂർ മണലൂരിലാണ് സംഭവം. മണലൂർ സ്വദേശി തൃഷ്ണത്ത് വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ഇന്നു രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ഓടിട്ട വീടിന് മുകളിലേക്ക് മരം ചാഞ്ഞു നിൽക്കുന്നത് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ വള്ളിയമ്മയെ സമീപത്തെ വീട്ടിലേക്ക് ഇന്നലെ തന്നെ സുരക്ഷിതമായി മാറ്റിയിരുന്നു. തുടർന്ന് വിഷ്ണു ഈ വീട്ടിൽ തന്നെ താമസിക്കുകയായിരുന്നു. രാത്രി പിന്നിട്ട് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് മരം വിഷ്ണു കിടക്കുന്ന മുറിയുടെ മുകൾ ഭാഗത്തേക്ക് വീഴുന്നത്. പോലീസും ഫയർഫോഴ്സും എത്തി മരം മുറിച്ചു മാറ്റിയാണ് വിഷ്ണുവിനെ പുറത്തെടുത്ത് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും യുവാവിന്റെ മരണം സംഭവിച്ചിരുന്നു. മഴയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചുകയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അത്താണി മിണാലൂർ ബൈപ്പാസിലാണ് അപകടം. മഴയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചുകയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അത്താണി മിണാലൂർ ബൈപ്പാസിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്വകാര്യ ബസ് എതിർദിശയിൽ വരികയായിരുന്ന മറ്റൊരു വാഹനത്തിന് വശമൊതുക്കി നൽകുന്നതിനിടെ പാതയോരത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലവർഷം കനത്തതോടെ നിരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.